നമസ്കാരം, എല്ലാവർക്കും കുട്ടീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? മുട്ടക്കറി. അപ്പം അതിനായിട്ട് ആദ്യം ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. ഇവിടുത്തെ ഒരു വ്ളോഗുകാരനും ഉണ്ട്. ഇന്നിവിടെ 2 വ്ളോഗുകാരുണ്ട് കേട്ടോ. നമ്മുടെ ആർച്ചു ഉണ്ട്, വിഷ്ണു ഉണ്ട്. ആർച്ചോന് അവധിയുള്ള ദിവസമാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് അമ്മ മുട്ടക്കറിയിൽ ഒരു പരീക്ഷണം അല്ലേ? പരീക്ഷണോ? പരീക്ഷണമൊന്നുമില്ല. ഇല്ല, സാധാ മുട്ടക്കറി. എണ്ണ ചൂടായി, കടുക് അങ്ങിട്ടു. എല്ലാ കറിയുടെ മീൻ അല്ലേ ഈ കടുക്. അതിനമ്മേ മാത്രം കടുക്, ഇഞ്ചി, പച്ചമുളക് കിട്ടും. അത് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതെല്ലാം വഴന്ന് കഴിയുമ്പോൾ സവോള ഇടും. ഇപ്പോഴേ പാചകം പഠിക്കാനായിട്ടിരിക്കുക. 10 വയസ്സാവുമ്പോൾ പാചകം പഠിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ഷെഫ്. 10 വയസ്സൊന്നുമല്ല, ഇപ്പോഴേ എനിക്ക് പഠിക്കണം. ആഹാ, ഇപ്പൊ 2ാം ക്ലാസ്സിലായി. 2-ലല്ലേ ആയുള്ളൂ. 10 ആവട്ടെ. എന്നാ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കിയല്ലോ. അത് ശരിയാ. അയ്യോ, ആർച്ചുവിന്റെ അത് അമ്മ ഇട്ടില്ല. അന്നേരം നമ്മള് എന്താ ചാനലൊന്നും തുടങ്ങിയില്ല. അത് കാരണം നമ്മളത് എടുത്തില്ല. ഇനി ഒരു ദിവസം നമുക്ക് ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാം, ആർച്ചുവിനെയും കൊണ്ടല്ലേ അമ്മ? മൂത്തല്ലേ? സവോള ഇടാൻ പോണേ. ഉപ്പിട്ടോ അമ്മേ? ഉപ്പിട്ടല്ലേ? കുറച്ച് സവോള വഴകാനുള്ള ഉപ്പല്ലേ? നമ്മുടെ സവോള അങ്ങനെ വഴരുന്നു അല്ലേ മേ? ഇത് എന്നാക്ക പൊടികളാമേ? ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഒന്നിച്ചെടുത്തതാണ്. കുരുമുളകും ഉണ്ടല്ലേ? കുരുമുളകും ഉണ്ട്, മഞ്ഞപ്പൊടി. അപ്പൊ ഇത്രയും പൊടികളാണ് ചേർക്കുന്നത്. തീ കുറച്ചിട്ട് വേണം അല്ലേ? നല്ല പൊടി കരിയും അല്ലേ? ഒരു പൊടിയും കൂടെ ചേർക്കുവാണ്. എന്താന്ന് മനസ്സിലായോ? ഒരു ശകലം അരിപ്പൊടി. അതല്ലേ പറഞ്ഞേ മുട്ടക്കറി പരീക്ഷണം ഉണ്ടെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു മുട്ടക്കറി പരീക്ഷണം ഇല്ലാന്ന്. കണ്ടല്ലോ, അപ്പൊ ഇതാണ് നമ്മുടെ സീക്രട്ട് അല്ലേ? കരിവേപ്പിലയും മല്ലിയടലയും ആർച്ചിയുടെ അല്ല, മൊത്തം ഇടരുത് മോനെ, കുറച്ചെടുത്തിട്ടാ മതി. കൈയും പൊള്ളിക്കല്ലത്. മതി മതി മതി. ഉവ്വ. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം വേണ്ട, നമ്മൾ എടുത്തതാണ്. പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലേ? വെള്ളത്തിലല്ലല്ലോ മുട്ടക്കറി വെക്കുന്നത്. തീ ഒന്ന് കൂട്ടി വെക്കാം അല്ലേ? വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണം തീ കൂട്ടി വെക്കാൻ അല്ലേ?
സമയത്ത് ഉപ്പൊന്ന് നോക്കാം. ഈ അരിപ്പൊടി എന്നാത്തിനാ അമ്മ ഇടുന്ന ഇതിനകത്ത്? അരിപ്പൊടി ഇടുമ്പോഴത്തേക്ക് മുട്ടക്കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും. അതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് അല്ലേ. ഇപ്പം പാകത്തിന് ഉപ്പും കൂടെ ഇട്ട്, ഉപ്പ് നമുക്ക് കുറച്ചുകൂടെ വേണമായിരുന്നല്ലേ. നമ്മുടെ ഗ്രേവി എല്ലാം റെഡിയായി. അതിലേക്ക് മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്ന ഇടുക. മുട്ട നമ്മൾ കുക്കറിലാണ് പുഴുങ്ങിയല്ലേ അമ്മേ? ആ, 2 അടി അടിച്ച്. ഒരു മുട്ട വേഗം പൊട്ടിപ്പോയി. സാരമില്ല. അപ്പോൾ എല്ലാം മുട്ടയുടെ മുകളിലോട്ട് ഇങ്ങനെ ഗ്രേവി എല്ലാം കോരി ഒഴിച്ച് വെക്കുക. മുട്ടയെന്ന് കട്ട് ചെയ്തിട്ടും ഇടാം. വേണ്ടാന്ന് വെച്ചിട്ടാ. അപ്പോൾ മുട്ട ഇവിടെ മുട്ടക്കറി റെഡിയായി. അച്ചി മല്ലിയില ഇട്ടോടാ. മല്ലിയില പോലെ അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറി. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഒരു സാധനം നമ്മൾ ചേർക്കാൻ ഉണ്ടായിരുന്നു, മറന്നുപോയി. എന്താക്കണം? തക്കാളി. തക്കാളി നമ്മൾ ചേർത്തില്ല. തക്കാളി കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒന്നുകൂടെ നല്ലതായിരിക്കും. അതെ, തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമില്ല. തക്കാളി ഇപ്പൊ നമ്മുടെ വീട്ടിലില്ല എങ്കിൽ എന്നാ ചെയ്യാനാ? അന്നേരം സത്യം പറഞ്ഞ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അത് കാരണമാണ് ചേർക്കാൻ. നമ്മളിവിടെ തക്കാളി വെച്ചിട്ടാണ് മുട്ടക്കറിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളി ഇല്ലെങ്കിലും നമുക്ക് നല്ല സ്വാദിഷ്ടമായ മുട്ടക്കറി നമുക്ക് ഉണ്ടാക്കാം. ചപ്പാത്തിയും മുട്ടക്കറിയും കഴിക്കാൻ പോലും കൂട്ടുകാരെ. സൂപ്പർ. തക്കാളി ഇല്ലെങ്കിലും അമ്മച്ചി ഉണ്ടാക്കുന്നത് നല്ല സൂപ്പർ.